ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല ഒരുങ്ങുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ചൊവ്വാഴ്ച ദിവസം രാവിലെ 9:15 ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റം പാട്ടുകാർ പാടിക്കഴിഞ്ഞാലുടൻ തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരും. ഇതേ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലും കത്തിക്കും. പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപം വായ്ക്കുറവകളുടെ അകമ്പടിയിൽ ഏറ്റുവാങ്ങി ഭക്തർ സ്വന്തം അടുപ്പുകളെ ജ്വലിപ്പിക്കും. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തെ രാവ് പുലർന്നാൽ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയുടെ നിമിഷങ്ങളാണ്. അതിന് കാത്തിരിക്കുന്ന ഭക്തജനസഹസ്രങ്ങളെയാണ് ഞങ്ങൾക്ക് ആറ്റുകാൽ അമ്പലനടയിൽ കാണാൻ സാധിച്ചത്. ആറ്റുകാൽ അമ്പലനടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ണ് വാരിയിടാൻ പൂഴി ഇടാൻ പോലും സാധ്യമാകാത്തത്ര ജനസഹസ്രത്തെയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. എല്ലായിടവും അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ അടുപ്പുകളിൽ ഇപ്പോൾ തന്നെ തങ്ങളുടെ പൊങ്കാല കലങ്ങൾ വെച്ച് അമ്മമാർ അവിടെ ആ കടുത്ത വെയിലിനെ പോലും അവഗണിച്ച്, സൂര്യന്റെ ആ ഒരു ചൂടിനെ അവഗണിച്ച്, കുംഭമാസത്തിലെ ആ ജ്വലിക്കുന്ന അന്തരീക്ഷത്തെ അവഗണിച്ച് തങ്ങളുടെ അടുപ്പുകൾക്ക്, തങ്ങളുടെ പൊങ്കാല കലങ്ങൾക്ക് കാവലിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള ക്ഷീണവും അവരെ ബാധിക്കുന്നില്ല, തളർത്തുന്നില്ല. അമ്പലത്തിന് പരിസരമുള്ള വീടുകളൊക്കെ ഈ പൊങ്കാലയിടാൻ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ നല്ല മനസ്സോടുകൂടി അവരുടെ വീടുകളുടെ വാതിലുകളൊക്കെ തുറന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് ഈ ദിവസങ്ങളിൽ, ആറ്റുകാൽ പൊങ്കാല ഉത്സവ ദിവസങ്ങളിൽ നടക്കുന്നത്. അത് ആ ഉത്സവ ദിവസങ്ങൾ പര്യവസാനിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല എന്ന സ്ത്രീകളുടെ ആ ഒരു വലിയ ആ ഒരു യാഗത്തിന് ശേഷമാണ്. ശരിക്കും തിരുവനന്തപുരം നഗരം മുഴുവൻ ഒന്നടങ്കം യാഗഭൂമിയാകാൻ പോകുന്ന മണിക്കൂറുകളിലേക്കാണ് ഇനി കടന്നു പോകുന്നത്. ആ മണിക്കൂറുകൾക്കായിട്ടുള്ള കാത്തിരിപ്പാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ സ്ത്രീകളുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീട്ടിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ വരെ ഇട്ടിട്ട് വന്നിരിക്കുന്ന അമ്മമാരുണ്ട്. ചില കൈക്കുഞ്ഞുങ്ങളെ സ്വന്തം കയ്യിലേന്തിയ അമ്മമാരുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു ദിവസം അവർ അമ്പലനടയിൽ അമ്മയുടെ ആ ഒരു സംരക്ഷണയിൽ കഴിഞ്ഞോളും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് അവരെ ബാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു അമ്മയും ഞങ്ങൾ കണ്ടു. അതുപോലെ തന്നെ പല സങ്കടങ്ങളും ദേവിയോട് പറഞ്ഞ് ദേവി ആ സങ്കടങ്ങളൊക്കെ നിവർത്തിച്ച് തന്നതുകൊണ്ട് തന്നെ ഈ പൊങ്കാല കാലത്ത് അമ്മയുടെ അടുത്ത് വന്ന് പൊങ്കാല ഇടേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അമ്മയോട് നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന നിരവധി അമ്മമാരെ കണ്ടു. ഇനിയും പ്രാർത്ഥനകൾ ഏറെയുണ്ട്. കുടുംബത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഐശ്വര്യം ചൊരിയണേ എന്ന പ്രാർത്ഥനയോടെ അവർ കാത്തിരിക്കുകയാണ് പൊങ്കാല കലങ്ങളിൽ അഗ്നി പകരുന്ന ആ ഒരു നിമിഷത്തിനായി. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യത്തിന് 350 പൂജാരിമാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ട്രസ്റ്റ് ചെയർമാൻ എസ് വേണുഗോപാൽ, പ്രസിഡന്റ് വി ശോഭ, സെക്രട്ടറി കെ ശരത് കുമാർ, ട്രഷറർ എ ഗീതാകുമാരി, വൈസ് പ്രസിഡന്റ് പി കെ കൃഷ്ണൻ നായർ, ജോയിന്റ് സെക്രട്ടറി എ എസ് അനുമോദ്, ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ എം എ അജിത് കുമാർ, ജോയിന്റ് ജനറൽ കൺവീനർ വി എൽ വിനോദ് എന്നിവർ അറിയിച്ചു. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നാളെ നടക്കുന്നതിനോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശിക അവധിയാണ്. ഇന്ന് ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമാണ്. നാളെ രാവിലെ 9:15 ശുദ്ധ പുണ്യാഹ ചടങ്ങോടെയാണ് പൊങ്കാല ആഘോഷങ്ങൾ ആരംഭിക്കുക. ഉച്ചയ്ക്ക് 2:15 നിവേദ്യം. അവധി അറിയിപ്പും ഗതാഗത നിയന്ത്രണവും നാളെ ജില്ലയ്ക്ക് അവധിയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഇന്ന് നഗരത്തിലെ 28 സ്കൂളുകൾക്കും കളക്ടർ അവധി നൽകിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ നാളെ വൈകുന്നേരം 8 മണി വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളാണ്. തിരുവനന്തപുരം നഗരാതിർത്തികൾക്കുള്ളിൽ കണ്ടെയ്നർ വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ മുതലായവ പ്രവേശിക്കാനോ റോഡുകളിലോ സമീപത്തോ പാർക്ക് ചെയ്യാനോ പാടില്ല. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന റോഡുകളുടെ ഇരുവശങ്ങളിലും ഇട റോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ഈ പ്രദേശങ്ങളിലെ ഫുട്പാത്തുകളിലും പ്രധാന ജംഗ്ഷനുകളിലും വീതി കുറഞ്ഞ റോഡുകളിലും ഒരു കാരണവശാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. പൊങ്കാലയിടാൻ ഭക്തജനങ്ങളുമായി വരുന്ന സ്വകാര്യ വാഹനങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രധാന റോഡുകളിലോ MG റോഡുകളിലോ ഒരു കാരണവശാലും പാർക്ക് ചെയ്യരുത്. ഗതാഗത തടസ്സമോ സുരക്ഷാ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന വിധത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ മുന്നറിയിപ്പ് കൂടാതെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇന്ന് രാത്രി വെളുക്കുമ്പോഴേക്കും തിരുവനന്തപുരം നഗരം ഒരു യാഗഭൂമിയാവും. ആ യാഗഭൂമിയിലെ പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെയാണ് ആറ്റുകാലിനെ സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും ഈ പൊങ്കാല ദിവസം സുരക്ഷിതമായിരിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും മുൻകൂറായി പൊങ്കാലയ്ക്ക് നേരുകയാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. എല്ലാവർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ലഭിക്കട്ടെ. ഇതുവരെ യാതൊരു പരാതിയും പൊങ്കാലയുടെ പേരിൽ വന്നിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാകും എന്ന് തന്നെയാണ് കോർപ്പറേഷൻ ഭാരവാഹികൾ
ഭാരവാഹികൾ അറിയിക്കുന്നത്. കുറ്റമറ്റ പൊങ്കാലയാക്കാനുള്ള എല്ലാവിധ നടപടികളും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാവർക്കും സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു ആറ്റുകാൽ പൊങ്കാല ഞങ്ങളും ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.